2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങി അല്ലെങ്കിൽ പ്രചരണ സമയത്ത് കേരളത്തിലെ പലരും ഉയർത്തിയ ഒരു ആരോപണം UDF അധികാരത്തിൽ വന്നാൽ കേരളം ഭരിക്കാൻ പോകുന്നത് കുഞ്ഞുമണി കുഞ്ഞാലിക്കുട്ടിയായിരിക്കുമെന്നാണ്. നിർഭാഗ്യവശാൽ 16-ലും 21-ലും UDF അധികാരം ലഭിച്ചില്ല. ഇപ്പോൾ 26-ൽ അധികാരം ലഭിച്ചപ്പോൾ മന്ത്രിസഭ അധികാരമേൽക്കുന്നതിന് മുമ്പ് തന്നെ SNDP ഒരു ഭാഗത്ത് NSS എല്ലാവരും രംഗത്തിറങ്ങിക്കഴിഞ്ഞു. മുസ്ലിം ലീഗ് കേരളം ഭരിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ മുസ്ലിം മതവിഭാഗമായിരിക്കും ഇനി ഭരണം നിയന്ത്രിക്കുമെന്ന തരത്തിൽ വർഗീയ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. മുമ്പത്തെ പോലെയല്ല, കേരള നിയമസഭയിൽ BJPക്ക് ഇതിനകം 3 സീറ്റ് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചു കഴിഞ്ഞു. ഇത്തരത്തിൽ ഒരു ശ്രീനാരായണ ഗുരു ഒക്കെ നയിച്ച സംഘടനയുടെ തലപ്പത്തുള്ള ആളുകൾ, മന്നത്ത് പത്മനാഭൻ നയിച്ച സംഘടനയുടെ തലപ്പത്തുള്ള ആളുകൾ ഇത്തരത്തിൽ വർഗീയതയുടെ വിഷം തുപ്പുമ്പോൾ അത് BJPക്ക് വളരാനുള്ള സാഹചര്യം എളുപ്പമാക്കി കൊടുക്കുകയല്ലേ? തീർച്ചയായിട്ടും അവര് BJPയുടെ ഏജന്റ് വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം സംശയം പണ്ടേ ഇല്ല. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, BJPയുടെ റിക്രൂട്ടിംഗ് ഏജന്റാണ് അയാൾ. റിക്രൂട്ടിംഗ് ഏജന്റാണ്, ഒരു സംശയം അദ്ദേഹത്തിനില്ല. കാരണം അദ്ദേഹം ഇപ്പുറത്തും മകൻ അപ്പുറത്ത് നിന്ന് ഇവിടുന്ന് ആളെടുത്ത് കടത്തി കൊടുക്കുന്ന മനുഷ്യക്കടത്തിന്റെ ആളാണ് അദ്ദേഹം. അതായത് ഇവിടുന്ന് ആളെ അപ്പുറത്ത് കടത്തി കൊടുക്കുക. അതിൽ ആദ്യഘട്ടത്തിൽ BDJS ഉണ്ടായപ്പോൾ UDFന്റെ കുറെ വോട്ടുകൾ പോയി. നമ്മളത് കാണേണ്ടത് 1980 മുതലുള്ള മുന്നണിയാണല്ലോ. ഈ മുന്നണിയിൽ LDFന് കൃത്യമായൊരു ആധിപത്യം വരുന്ന എപ്പോഴാണെന്നറിയും? UDFിൽ നിന്ന് വലിയ തോതിൽ വോട്ട് BJP പിടിക്കാൻ തുടങ്ങുമ്പോഴാണ്. BJP വളരുന്നിടത്തൊക്കെ UDF താഴേക്ക് പോകും. അപ്പോൾ LDF സ്ട്രോങ് ആയി വന്നു. പക്ഷേ BJPക്കും നന്നായിട്ട് അറിയാം, വെള്ളാപ്പള്ളിക്കും നന്നായിട്ട് അറിയാം, UDFന്റെ പക്കലുള്ള ഹിന്ദു വോട്ട് കൊണ്ട് മാത്രം BJPക്ക് വളരാൻ പറ്റില്ല. 46% എന്താ പറയുക, ന്യൂനപക്ഷമുള്ള സ്ഥലമാണ് ഇത്. അപ്പൊ ഇനി ഹിന്ദു വോട്ട് പിടിക്കണമെങ്കിൽ എവിടെ നിന്ന് പിടിക്കണം? അത് CPM നിന്ന് പിടിക്കണം. ക്രിസ്ത്യൻ വോട്ട് പിടിക്കാനുള്ള ശ്രമമൊക്കെ ഏതാണ്ട് പൊളിഞ്ഞു പാളിച്ചായി. അപ്പൊ ഇനി ആ വോട്ട് എവിടെ നിന്ന് കിട്ടണം? ആ വോട്ടിന്റെ കസ്റ്റോഡിയൻ ഇപ്പോൾ CPM ആണ്. പ്രത്യേകിച്ചും പിന്നോക്ക ഹിന്ദുക്കൾ, ദളിത് വിഭാഗം, അവരിലൊരു 60-70% എല്ലാ കാലത്തും CPMന്റെ കൂടെ നിന്ന ആളുകൾ. ഇപ്പൊ CPM തോൽക്കാൻ തുടങ്ങുന്നു യഥാർത്ഥത്തിൽ. അതുകൊണ്ടാണ് CPM തിരിച്ച് അവർ പോകാതിരിക്കാൻ അയ്യപ്പ സംഗമം നടത്താം, അവർ പോകാതിരിക്കാൻ രാഖി കെട്ടാം, അവർ പോകാതിരിക്കാൻ അമ്പലങ്ങളിൽ പോവാം, ശുഭയ എന്തൊക്കെ നടത്താം. അത് പൊളിഞ്ഞു പോകും. അത് പൊളിഞ്ഞു പോകുന്നുള്ളത് ഇവിടെ നിന്നല്ല പഠിക്കേണ്ടത്, വടക്കേ ഇന്ത്യയിൽ നിന്ന് പഠിക്കണം. കോൺഗ്രസിന് വടക്കേ ഇന്ത്യയിൽ പറ്റിയ അമളി എന്താണെന്ന് ആലോചിക്കണം. മൃദു ഹിന്ദുത്വം എടുത്തു. മൃദു ഹിന്ദുത്വവും ശക്തമായ ഹിന്ദുത്വവും തമ്മിൽ അടി വന്നപ്പോൾ, ദൃഢഹിന്ദുത്വം തമ്മിൽ അടി വന്നപ്പോൾ ആളുകൾ ദൃഢഹിന്ദുത്വത്തിന്റെ കൂടെ പോയി, കോൺഗ്രസിനെ വിട്ടുപോയി. ദളിതരും പിന്നോക്കക്കാരും ഒക്കെ വിട്ടുപോയി. കോൺഗ്രസിൻ്റെ കൂടെ ആരുമില്ല, ന്യൂനപക്ഷത്തിൽ പെട്ട കുറച്ച് പേര് മാത്രമുണ്ട്. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിൽ അത് പരീക്ഷിക്കാൻ BJP ശ്രമിക്കുന്നതിന് മുൻപിൽ നിർത്തിയിട്ടുള്ള ആദ്യത്തെ കരു വെള്ളാപ്പള്ളിയാണ്. സുകുമാരൻ നായർ പരസ്യമായി അങ്ങനെ വരില്ല. കാരണം അദ്ദേഹത്തിന് വേറെ കുറെ വ്യവസായ സാമ്പത്തിക താല്പര്യങ്ങളുണ്ട്. അതുകൊണ്ട് സുകുമാരൻ നായർ ഇതിനിടയിൽ കിടന്നിട്ടുള്ള കളി കളിക്കുള്ളൂ. കഴിഞ്ഞ 10 വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തെ കേരളത്തിലെ മന്ത്രിസഭയിൽ 20 പേരുടെ മന്ത്രിയിൽ 10 പേർ നായന്മാരെ. ഇവിടെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടായില്ല. 10 നായന്മാർ. കേരളത്തിലെ 10%-15% വരെ നായന്മാരുടെ പ്രതിനിധികളാണ്. 10 മന്ത്രിമാർ, പകുതി മന്ത്രിമാർ. കേരളത്തിൽ ആർക്കും ഒരു ടെൻഷനും ഇല്ല. എല്ലാവരും ഗംഭീരം. ആ മന്ത്രിസഭ EWS നടപ്പാക്കി, സാമ്പത്തിക സംവരണം നടപ്പാക്കി. അപ്പോഴും എല്ലാവരും കൈയടിച്ചു, മിണ്ടായിരുന്നു. ഇപ്പോ എന്താ സംഭവിച്ചത്? വെള്ളാപ്പള്ളി കുറെ കൂടി പബ്ലിക്കായി വരാൻ തുടങ്ങി. പബ്ലിക് അതിന് അയാൾ കൂട്ടുപിടിച്ചത് ഒരു കൈ കൊണ്ട് പിണറായി വിജയനെ പിടിക്കും, എന്നിട്ട് വർഗീയത പറയും. ഈ തെരഞ്ഞെടുപ്പിൽ ഈ LDFനെ സപ്പോർട്ട് ചെയ്യുന്നവർ തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നത് വെള്ളാപ്പള്ളിയാണ് താരം എന്നാണ്. വെള്ളാപ്പള്ളി വന്നതുകൊണ്ടാണ് ഇത് പൊളിഞ്ഞു പോയത്. വെള്ളാപ്പള്ളി കുറെ കാലമായി നടത്തുന്നു. ഈ ട്രാപ്പിൽ CPM വീണു എന്നുള്ളതാണ് CPMന്റെ പ്രശ്നം. ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ മുസ്ലിം ലീഗ്, പാണക്കാട്, തങ്ങൾ ഭരണം, ഇത് ചില സമയത്തൊക്കെ ജയിച്ചിട്ടുണ്ട്. 2016 അതിന്റെ കുറച്ച് ഗുണം കിട്ടിയാണ്. 21 പ്രത്യേകിച്ച് 21. പക്ഷെ ഇത്തവണ അത് ഏറ്റില്ല. ഇത്തവണ ഇത് ഏൽക്കാതിരിക്കാനുള്ള കാരണം ഇത് വളരെ ഒബ്വിയസ് ആയി. ഈ ആദ്യത്തേക്ക് പറയുമ്പോൾ ആളുകൾക്ക് സംശയം ഉണ്ടാവും. ഇപ്പൊ ക്രിസ്തീയ മതവിഭാഗത്തിനിടയിൽ അയ്യോ മുസ്ലിങ്ങൾ വന്നാൽ പ്രശ്നമാണല്ലോ എന്നൊരു തോന്നലുണ്ടാവും. പക്ഷെ ഇത്തവണ ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ യാതൊരു സംശയം ഉണ്ടായില്ല. ക്രിസ്തീയ മതവിഭാഗം അതുകൊണ്ടാണല്ലോ 4-5 ജില്ലകളിൽ ഒരു സീറ്റ് പോലും കിട്ടാതെ. മലപ്പുറം പോട്ടെ, എറണാകുളം, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ടയിൽ ഒരു സീറ്റ്. എന്താ കാരണം? അതിന് കാരണം വളരെ കൃത്യമായും ഇവർ പറഞ്ഞ ഇസ്ലാമോഫോബിയ എന്ന ഐഡിയോളജി പൊളിഞ്ഞുപോയി.
കേരളത്തിൽ. ഇനി അത് ഏൽക്കില്ല, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു. പക്ഷേ അത് CPM ഗുണമില്ലെങ്കിലും BJP ഗുണമാണ്. എന്താ കാര്യം? CPM അണികളെ അറിഞ്ഞോ അറിയാതെയോ അവർ തന്നെ ഹിന്ദുത്വ ആക്കിയിട്ടുണ്ട്. ശബരിമല വിഷയത്തിലായാലും മറ്റു വിഷയങ്ങളിലൊക്കെ. അപ്പം ഞങ്ങളുടെ കൂടെയുള്ള ഹിന്ദുക്കളാണ് എന്ന് അവർക്ക് തോന്നിക്കുന്ന തരത്തിലാണ് ഒരു മൃദു ഹിന്ദുത്വത്തിന്റെ ലൈൻ ഓപ്പൺ ചെയ്തത്. അത് തന്നെയാണ് ഇപ്പോൾ സുകുമാരൻ നായരെയാണ്. എന്താണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായാൽ വിദ്യാഭ്യാസം മുസ്ലിം ലീഗിന് കൊടുക്കില്ലേ? എന്താ പറഞ്ഞതിന് അർത്ഥം? KC വേണുഗോപാലായാലും കൊടുക്കും. ഒരു കഥയില്ലേ? കാരണം കൊടുത്തേ പറ്റൂ. അതൊരു മുന്നണി മര്യാദയാണ്. മുന്നണിയിൽ മുമ്പ് UDF ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ഏതെങ്കിലും വകുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ട് വെച്ചു മാറുമോ ഇല്ലയോ എന്നുള്ളതല്ല. പൊതുവെ ഇപ്പോൾ വ്യവസായ മന്ത്രിയാണ് കുഞ്ഞാലിക്കുട്ടി എന്നുള്ളത് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് എനിക്കറിയാം. ഈ കേരളത്തിൽ മുഴുവൻ ആളുകൾക്കും അറിയാം. കാരണം അദ്ദേഹത്തിന് ഇൻഡസ്ട്രി IT ഒക്കെ അദ്ദേഹത്തിന് താല്പര്യമുള്ള ഒരു മേഖലയാണ്, മുസ്ലിം ലീഗിന്റെ മേഖലയാണ്. വ്യവസായം മുസ്ലിം ലീഗിന് കൊടുക്കാൻ പാടില്ല, ഇനി ജലവിതരണം കൊടുക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ലൈൻ എടുക്കുന്നതിന്റെ കാര്യം എന്താ? അതിന്റെ ലക്ഷ്യം അത് കൊടുക്കാതിരിക്കുക എന്നുള്ളതല്ല. ഈ ഗവൺമെന്റിന് നേരത്തെ പറഞ്ഞ പോലെ 3 BJP MLA ഇപ്പോൾ അസംബ്ലിക്കകത്തുണ്ട്. ഇനി എന്തെടുത്താലും വർഗീയമായിട്ടാണ് ഇവരടിക്കാൻ BJP. ഈ വർഗീയമായി അടിക്കുമ്പോൾ 34 അംഗങ്ങളുള്ള 35 അംഗങ്ങളുള്ള CPM എന്ത് ചെയ്യണം? ഇവരുടെ കൂടെ നിൽക്കണോ ഇവരെ എതിർക്കണം? CPM വലിയ വെട്ടിലാണ് ഈ കാര്യത്തിൽ. കാരണം ഇവരുടെ കൂടെ നിന്നാൽ CPM അണികൾ വരെ അങ്ങനെയാവും. നാളെ ഒരു വോട്ട് വന്നാൽ എവിടെയെങ്കിലും നമ്മൾ നോക്കിക്കോളൂ, ഈ 3 സ്ഥലത്ത് ജയിച്ച സ്ഥലം എങ്ങനെയുള്ള സ്ഥലം? CPM വോട്ടാണ് പോയത്, LDF വോട്ടാണ് പോയത്. 3 സ്ഥലത്തും UDF വോട്ടല്ലേ പോയത്. UDF വോട്ടില്ല. നിയമത്തൊക്കെ UDF 13,000 20,000 കിട്ടിയ സ്ഥലത്ത് അതിനേക്കാളൊക്കെ പോയതായിട്ട്. മറ്റേ ചാത്തന്നൂര് UDF വോട്ട് കൂടി, എന്നിട്ടും BJP ജയിച്ചു. അപ്പൊ അതിന് എവിടെന്നാ വോട്ട് പോയി? സാമാന്യം ഒരു ബുദ്ധിക്ക് ആലോചിക്കണ്ടേ ആ വോട്ട് എങ്ങനെ പോയി? തങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ ഹിന്ദുത്വവൽക്കരിക്കപ്പെടുന്നുവെന്ന് CPM മനസ്സിലായില്ലെങ്കിൽ CPM അടിത്തറയെ പോവുക. അപ്പൊ CPM കൃത്യമായ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുക്കണം, ഇസ്ലാമോഫോബിക് അല്ലാത്തൊരു സ്റ്റാൻഡ് എടുക്കണം. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയും മറ്റൊക്കെ പേര് പറഞ്ഞ്, ഈ ഇല്ലാത്ത സാധനങ്ങളുടെ പേര് പറഞ്ഞിട്ട് മുസ്ലിം ലീഗിനെ അറ്റാക്ക് ചെയ്ത് അവസാനം എന്ത് പറ്റി? അപ്പോ ഇവർ തിരിച്ചറിയേണ്ടത് ഈ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും എന്താണ് അവരുടെ രാഷ്ട്രീയ അജണ്ട എന്ന് തിരിച്ചറിഞ്ഞേ പറ്റൂ. ഇവർക്ക് അന്തിമമായി BJP തന്നെയാണ് ഇവരുടെ ആശ്രയം. CPM അവർക്ക് വിശ്വാസമില്ല. പിന്നെ CPM കൂടെ നിർത്താൻ എന്തിനാ വെച്ചാൽ CPM കൂടെയുള്ള വോട്ടർമാരെ പിടിക്കാനാണ്. ആ വോട്ടർമാരെ അവർ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 3 കൊല്ലം ഈ നിലയ്ക്ക് പോയാൽ CPM വോട്ടർമാർ മുഴുവൻ BJPക്ക് വേണ്ടി വോട്ട് ചെയ്യാം, CPM വോട്ട് ചെയ്യാം എന്ന നിലയിലെത്തും. BJPക്ക് ശക്തമായൊരു കാൻഡിഡേറ്റ് വരികയും CPM ദുർബലമായൊരു കാൻഡിഡേറ്റ് വരികയും ചെയ്താൽ BJP കൂടുതൽ സീറ്റ് പിടിക്കും. പതുക്കെ പതുക്കെ CPM അടിത്തറ പോകും. ഇത് CPM മനസ്സിലാക്കിയില്ല എങ്കിൽ അതോ അവരുടെ പ്രശ്നം. പക്ഷെ എൻ്റെ പ്രശ്നം CPM അല്ല. CPM മനസ്സിലാക്കി അവരുടെ കേരളീയ സമൂഹത്തിൽ കൃത്യമായ വർഗീയ വിഭജനം ഉണ്ടാകും. അതുകൊണ്ട് VD സതീശന് ഇത്തവണ കിട്ടിയ വോട്ടിൽ നല്ലൊരു പങ്ക് കേരളത്തിലെ മതേതരത്വം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വോട്ടാണ്. കാരണം വെള്ളാപ്പള്ളിയുടെ മുഖത്ത് നോക്കി പറയാൻ കഴിയുന്നൊരു നേതാവാണ് എന്ന് സതീശനെ ആൾ കണ്ടു. വെള്ളാപ്പള്ളിക്ക് കീഴടങ്ങാത്ത, സുകുമാരൻ നായർ കീഴടങ്ങാത്ത. ഞാൻ പറഞ്ഞ അവരെ ഇപ്പൊ സതീശൻ മുഖ്യമന്ത്രിയായി പോയി കാണുന്നതിനൊന്നും ഞാൻ തെറ്റു പറയില്ല. കാണും, എല്ലാവരെയും കാണണം, ബിഷപ്പുമാരെ കാണണം, തങ്ങളെ കാണണം, എല്ലാവരും കാണണം. കാന്തപുരം എതിരായി പറഞ്ഞ കാന്തപുരത്തിനെയും കാണണം. അതൊന്നും തെറ്റില്ല. ഞാൻ സമുദായ നേതാക്കന്മാരെ ആ അർത്ഥത്തിൽ അവരുടെ സമുദായ കാര്യങ്ങളാണ് അവർ പറയുന്നതെങ്കിൽ, അവരുടെ സമുദായത്തിന് ഗുണമുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ എനിക്ക് അവരോട് വിരോധമില്ല. പക്ഷെ അന്യവിഭാഗത്തിനെതിരായി പറയുക ഹേറ്റ് സ്പീച്ച് അല്ലേ? സുപ്രീം കോടതി തന്നെ പറഞ്ഞ ഹേറ്റ് സ്പീച്ച് ഇപ്പൊ ഏതൊക്കെ തരത്തിലുണ്ടെന്ന് മനസ്സിലാവില്ല. സുപ്രീം കോടതിക്ക് തന്നെ മനസ്സിലാവില്ല. വെള്ളാപ്പള്ളി നടേശന്റെ ഹേറ്റ് സ്പീച്ചാണെന്നറിയാൻ ഒറ്റ സ്പീച്ച് എടുത്താൽ മതി. ഒറ്റ സ്പീച്ച്. ഞാൻ ലീഗിനെതിരെ എല്ലാ ആൾ പറഞ്ഞു. ലീഗിനെതിരെ എന്തിനാ പറയുന്നത്? മലപ്പുറം എന്ന് പറഞ്ഞ ലീഗാണ്. മലപ്പുറത്ത് വേറെ പാർട്ടിക്കാരില്ലേ? മലപ്പുറംകാരൊക്കെ വർഗീയവാദികളാണ്. കാസർഗോഡ് അത് മാത്രമല്ല, അതേ സ്കൂളിലേക്ക് പോകണം. സതീഷ് ചെറിയാനും AK ബാലനും വിജയരാഘവനും ഒക്കെ അതേ സ്കൂളിലേക്ക് പോവാണ്. അതേ സ്കൂളിലെ വിദ്യാർത്ഥികളായി, മനസ്സിലായേ? അപ്പൊ ആ വിദ്യാർത്ഥികൾക്ക് സജി ചെറിയാൻ ഇത്തവണ ജയിക്കണമെങ്കിൽ അവിടെ ഇസ്ലാം വോട്ട് കുറവാണ്. ഇസ്ലാമോഫോബിയ പറഞ്ഞ് BJPയുടെ വോട്ട് മേടിക്കണം. അതിനുവേണ്ടിയാണ് BJP അവിടുന്ന് സന്ദീപ് വാചസ്പതിയെ ഹരിപ്പാടേക്ക് മാറ്റിയത്. സന്ദീപ് വാചസ്പതി നിന്നിരുന്നെങ്കിൽ സജി ചെറിയാൻ തോറ്റു പോകുമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കണേ. വാചസ്പതി ചെങ്ങന്നൂർ മത്സരിച്ചിരുന്നെങ്കിൽ സജി ചെറിയാൻ തോറ്റു പോകുമായിരുന്നു. കാരണം അത്രയും വോട്ട് അവര്
പിടിച്ചു. ഇപ്പോൾ തിരുവല്ല സിറ്റിംഗ് MLA 3-ാം സ്ഥാനത്ത് വന്നില്ലേ, മാത്യു ടി തോമസ്. എവിടെന്നാ വോട്ട് പോയി? UDF ജയിച്ചു. എവിടെന്നാ വോട്ട് പോയത്? സിറ്റിംഗ് MLA 3-ാം സ്ഥാനത്തേക്ക് പോകാന്ന് പറഞ്ഞാൽ ആരുടെ വോട്ടാ പോയത്? LDFന്റെ വോട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് വളരെ കൃത്യമായും BJPയുടെ പ്ലാനിലേക്ക്, കുഴിയിലേക്ക്, അവർ വച്ചിരിക്കുന്ന നെറ്റിലേക്ക് പതുക്കെ പതുക്കെ CPM-നെ തള്ളിക്കൊണ്ടുപോയി വീഴ്ത്തുക എന്ന പണിയാണ് NSSും SNDPയും ചെയ്യുന്നത്. അത് CPM-നെ കൊണ്ടുപോകുന്നു എന്നുള്ളതല്ല. കേരളത്തിൽ BJP തന്നെ പറഞ്ഞതുപോലെ അടുത്ത തവണ UDFും BJPയും തമ്മിലായിരിക്കും മത്സരം എന്നാണ്. അപ്പോൾ CPM അപ്രസക്താവുന്ന അതിൻ്റെ അർത്ഥം. അങ്ങനെ ഒരു ഘട്ടം വന്നാൽ CPM-ന്റെ ഈ പറഞ്ഞ വോട്ടുകൾ, ഹിന്ദുത്വവൽക്കരിക്കപ്പെട്ട വോട്ടുകൾ പോവും. ഇത്തവണ പാലക്കാട് തെരഞ്ഞെടുപ്പ് നോക്കൂ. പാലക്കാട് ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ CPM നിർത്തും. എന്ത് വിചാരിച്ചിട്ട്? മുസ്ലിം വോട്ട് പിടിച്ചാൽ പിഷാരടി തോൽക്കുമെന്ന്. സംഭവിച്ചത് എന്താ? കണ്ണാടി പഞ്ചായത്തിലെ ഹിന്ദു വോട്ട് BJPക്ക് പോയി. വലിയ തോതിൽ വോട്ട് പോയി. ഈ കളിയിൽ നമ്മൾ അറിയാത്തൊരു കളി നടക്കുന്നുണ്ട് ഇതിനിടയിൽ. റസാഖിന് വോട്ട് കുറഞ്ഞു. സരിന് കിട്ടിയ വോട്ട് റസാഖിന് കിട്ടിയില്ല. എന്താ കാരണം? CPM-ന്റെ വോട്ട് BJPയിലേക്ക് പോയി, കണ്ണാടി അടക്കമുള്ള പഞ്ചായത്തുകൾ. അപ്പോൾ പ്രശ്നം അതാണ്. CPM എങ്ങനെ ഇതിനെ നേരിടാൻ പോകുന്നു? നിങ്ങൾ ഈ ഇസ്ലാമോഫോബിയ കളിക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വർഗീയത കളിക്കുകയോ ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകില്ല. കാരണം കേരളം, ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത്, കേരളത്തിലെ എല്ലാ മതവിഭാഗങ്ങളിലും പെട്ട ആളുകൾ സെക്യുലറായി ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട്. ഇവിടെ ഒരു വംശീയ കലാപം, വർഗീയ കലാപം ഉണ്ടാവരുതെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനെതിരായി ഈ വർത്തമാനം പറഞ്ഞാൽ ഏൽക്കാൻ പോകുന്നില്ല കേരളത്തിൽ. കാരണം അവരുടെ സെക്യുലർ ക്രെഡൻഷ്യൽ ഒരു പരിധിവരെ തെളിയിച്ചു കഴിഞ്ഞതാണ് കേരളത്തിൽ മുസ്ലിം വിദ്യാഭ്യാസം വന്നിട്ട് ഏതെങ്കിലും മുസ്ലിം ടെക്സ്റ്റ് ഇവിടെ പഠിപ്പിച്ചിട്ടില്ലല്ലോ. നേരെ മറിച്ച് BJP കേന്ദ്രത്തിൽ ചെയ്യുന്നത് എന്താ? PM ശ്രീ പോലെ ഒരു പദ്ധതി വരുമ്പോൾ, ഇനിയിപ്പോൾ PM ശ്രീ വരുമ്പോൾ മുസ്ലിം വിദ്യാഭ്യാസ മന്ത്രിനെ അയാൾക്ക് നടപ്പാക്കാൻ പറ്റില്ല. അതാണ് ഇവരുടെ ടെൻഷൻ. മനസ്സിലായോ? അപ്പൊ PM ശ്രീ കേരളത്തിൽ നടപ്പാക്കണം എന്നുള്ളതാണ് സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും പറയണേ, സുരേന്ദ്രനും പറയണേ, അല്ലെങ്കിൽ BJPയും പറയണേ. ഇപ്പൊ PM ശ്രീ നടപ്പാക്കണമെന്ന് മുസ്ലിം ലീഗ് മന്ത്രിയാണെങ്കിൽ നടപ്പാക്കും, അത് വേറെ വിഷയം. നടപ്പാക്കില്ല എങ്കിൽ അത് BJPയുടെ അജണ്ട പോകും. ഇപ്പൊ തന്നെ കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ഏതെങ്കിലും വിധത്തിൽ PM ശ്രീ നടപ്പാക്കാനുള്ള അന്തർധാരകൾ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ മുസ്ലിം ലീഗിൽ നിന്ന് വിദ്യാഭ്യാസ മന്ത്രി വരരുതെന്ന് പറയുന്നതിന്റെ കാര്യം PM ശ്രീ നടപ്പാക്കണം എന്നുള്ളതാണ്. CPM-ന് അത് പറയാൻ പറ്റും. CPM-ന് നിലപാടെടുക്കണം. CPM ശ്രീ ഒപ്പിട്ട് വന്ന ആളാ, ആരും അറിയാതെ. അപ്പോൾ CPM-ന്റെ മുമ്പിൽ ഉണ്ടാകുമെന്ന പ്രശ്നതാണ്. അപ്പൊ PM ശ്രീ നടപ്പാക്കണം എന്ന് പറഞ്ഞിട്ട് BJP ഒരു ക്യാമ്പയിൻ തുടങ്ങാൻ നിൽക്കുക. CPM എന്ത് നിലപാടെടുക്കും? നടപ്പാക്കണ്ടെന്ന് പറയും, അത് സംഘീയ അജണ്ടയാണെന്ന് പറയും. UDF-ന് വേണമെങ്കിൽ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ പോലും UDF-ന് പറയാം, ഞങ്ങളിത് നടപ്പാക്കുന്നില്ല. അപ്പോൾ കൺഫ്യൂഷനോ? അതാ ഞാൻ പറഞ്ഞത്, CPM വളരെ ശ്രദ്ധിച്ചില്ല എങ്കിൽ അവർക്ക് നഷ്ടപ്പെടും ഓരോ വിഷയത്തിലും. അങ്ങനെ വരുമ്പോൾ അത് ഗെയിൻ ചെയ്യാൻ പോകുന്നത് BJPക്കാണ്. ഈ സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും പറയുന്നത് അതിനാണ് എന്ന് തിരിച്ചറിയുന്നുവോ? അത് മാത്രമല്ല, മുസ്ലിം ലീഗ് ഒരു ഘടകകക്ഷിയാണ്. മുഖ്യമന്ത്രി തീരുമാനിക്കുന്ന മുസ്ലിം ലീഗ് പാടില്ല. അവരൊന്നിച്ച് മത്സരിച്ചവരാണ്, ഒരു ഘടകകക്ഷിയാണ്. അവരെ ഹൈക്കമാൻഡ് വിളിച്ചതാണ് അവരുടെ അഭിപ്രായം പറയാൻ. അല്ലാണ്ട് വെറുതെ അവർ ഓടിറങ്ങി ചെന്നതല്ല. സുകുമാരൻ നായരോട് ഹൈക്കമാൻഡ് ചോദിച്ചു ആരെ മുഖ്യമന്ത്രിയാക്കണമെന്ന്, വെള്ളാപ്പള്ളിയോട് ചോദിച്ചു ആരെ മുഖ്യമന്ത്രിയാക്കണമെന്ന്. ഹൈക്കമാൻഡ് ചോദിച്ചില്ലല്ലോ, വെള്ളാപ്പള്ളിയായിട്ട് ചർച്ച നടത്തിയില്ലല്ലോ. കാരണം വെള്ളാപ്പള്ളി പിണറായി വിജയൻ ജയിക്കണമെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് ചെറിയ ആട്ടം തുടങ്ങിയത്. KC വേണുഗോപാൽ നല്ലവനാണ്, മറ്റവൻ നല്ലവനാണെന്നൊക്കെ പറഞ്ഞു. ഇത്തരം നാടകങ്ങളൊന്നും നടക്കൂല. വെള്ളാപ്പള്ളിക്കും സുകുമാരൻ നായർക്കും കേരളത്തിൽ സ്വാധീനം ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ ഇനി ശ്രദ്ധിക്കേണ്ടത് CPM ആണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.